അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മളവിടുന്ന് വന്നു. ഇനി നേരെ ചേരമ്പാടിയിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. എന്താ മനോഹരമായ റൂട്ട് നോക്കി, എന്താ രസം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടവും ഭംഗിയേറുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. കുറച്ചും കൂടി ചെന്ന് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ എത്തും. അവിടെയാണ് ശരിക്കും ആ മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് പോകണ വെള്ളമൊക്കെ ഉള്ളത്. ഇവിടേക്കൊക്കെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തോട്ട്. അവിടെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ റിസോർട്ടാണ് മൊത്തം. പിന്നെ നല്ല വൈബ് കയറുന്ന വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മേലേക്ക് ഉണ്ടാവും. കുന്നിൻ്റെ മേലെയാണ് വീടുകളും കാര്യങ്ങളും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നൈസാണ്. ഇവിടുന്ന് മേലേക്കൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടമാണല്ലോ. എന്താ രസം നോക്കിയാൽ തേയിലത്തോട്ടം കാണാൻ. അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ചെറിയൊരു വളവൊക്കെ വളഞ്ഞ് കുറച്ച് ഇവിടേക്ക് എത്തി. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലോട്ട് പോവാം. ആ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഈ 4 ലൈൻ ഇട്ടിട്ടേ ഭയങ്കര സൗണ്ടാണ് വണ്ടി ചാടുമ്പോൾ. പെടപെടേ പറഞ്ഞിട്ട് ഇപ്പോൾ ചാടും കേട്ടോ. ഇതുണ്ടോ പെടപെടേ പറഞ്ഞിട്ട്. അവിടെ മാത്രമേ തേയില കണ്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കാട്, ഫുള്ള് കാടാണ്. നമ്മൾ ഇതിൽ വരികയാണെങ്കിൽ ഈ വടുവഞ്ചാല് വഴിക്ക് വരുന്ന ഒരു ഭംഗിയേറുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഈ വഴിക്കാണ് വാട്ടർഫാൾസിലോട്ട് പോകേണ്ടത്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, അവിടേക്ക് പോകാൻ പറ്റില്ല. ശരിക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. അതായത് ഓരോരുത്തർ പോകും, എടുത്ത് അങ്ങോട്ട് ചാടും, അത് കഴിയുമ്പോൾ ക്ലോസും ചെയ്യും. പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. വെള്ളം കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്നതാണ് ഈ പ്രശ്നം. ചാടാണ്ട് പോയിട്ട് കണ്ടു വരികയാണെങ്കിൽ നമുക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അല്ലാണ്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. അങ്ങനെ എത്ര സ്ഥലത്തുള്ള വാട്ടർഫാൾസാണ് പൂട്ടിപ്പോയത്. അതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ പോകും, വെള്ളം കാണുമ്പോൾ ഒന്നും നീന്താന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. അതൊക്കെ തന്നെ പ്രശ്നം. അങ്ങനെ വന്നൊരു ചെറിയ ജംഗ്ഷൻ്റെ അവിടേക്ക് എത്തിയിട്ടതാണ്. കടയും കാര്യങ്ങളൊന്നുമില്ല, ക്ലോസ്ഡ് ആണ്. ഇതാണ്ട് ഇങ്ങോട്ടേക്കൊക്കെ ഇവിടുന്ന് റൈറ്റിലോട്ടൊരു അടിപൊളി റിസോർട്ടൊക്കെ ഇട്ടതാ, മീൻമുട്ടി. അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ പണ്ട് പോയിട്ടുണ്ട് കൊറോണ സമയത്ത്. ഇവിടെ ദാ അമ്പലം, മനോഹരമായ ഒരു അമ്പലം കേട്ടോ. ഇതുണ്ടോ എന്താ ഭംഗിയില്ലേ. മഴക്കാറുണ്ട്, മഴ പെയ്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ റോഡ് തീർന്ന പോലെ ഇല്ലേ. ഇനി ചെറിയൊരു ഇറക്കം പോലെ കേട്ടോ. കണ്ടോ, ഞാൻ വിചാരിച്ച് വഴിയൊക്കെ കഴിഞ്ഞോന്ന്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീലിമല നമുക്ക് കാണാം സൂപ്പറായിട്ട്. അതിൻ്റെ ബേക്ക് ഭാഗമാണ്. പക്ഷെ ആ മലേൻ്റെ മേലെ എന്തോരം വീടുകളുള്ളതല്ലേ. കാണുമ്പോൾ ഒരു കുഞ്ഞി മല പോലെ തോന്നും. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ കുറച്ചൊരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ദൂരേന്ന് ലോങ് വന്നാന്ന് തോന്നുന്നുണ്ട്. മഴ ചെറുതായിട്ട് തുള്ളുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാണെങ്കിൽ നമുക്ക് നനഞ്ഞ് അങ്ങോട്ട് പോവാം, വൈബ് അടിക്കാം. നല്ല രസമായിരിക്കും മഴയൊക്കെ നനഞ്ഞ് പോകുന്നത്. ഇവിടെ എന്താ പൂക്കളൊക്കെ വേണ്ടു എനിക്ക്. ഇതെന്ത് ഇതാ അങ്ങോട്ട് നോക്കിയാൽ എന്താ ഭംഗി. അത് റിസോർട്ടാണ്. ഇവിടെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ നമ്മളെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കുറച്ചങ്ങോട്ട് എത്തണം. അങ്ങോട്ടൊക്കെ തേയിലത്തോട്ടം കേട്ടോ. പിന്നെ മഴക്കാറ് മൂടിയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. അതിന് മഴക്കാറ് മൂടിയതുകൊണ്ട് ചൂട് പോയി, നല്ല തണുപ്പാ. എന്താ തണുപ്പ്, നല്ല സുഖം പോവാൻ. ഇവിടെ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ വഴിക്കുള്ള വീടുകളൊക്കെ കാണാൻ എന്താ ഭംഗി. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ
ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ട്, ഉണ്ടോ? കുറേ പേര് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. ഇനി നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കയറും. ഇവിടെ കൂടല്ലൂർ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം അതിലായിരുന്നു വഴി അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ തമിഴ്നാട് കടക്കാൻ പോവാണ്. ഇതാണ് പാലം, അതിർത്തി കേട്ടോ. നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ പോയി കാണിച്ചു തരാം. ഇവിടെ പൈസ ഉണ്ട് കേട്ടോ. കേരളക്കാർ വന്നു കഴിഞ്ഞാൽ 20 രൂപ പറ്റുക. അപ്പോൾ ഞാൻ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ തുടക്കം ഇവിടുന്നാണ്. എന്താ പാലം നോക്കിയേ, നല്ല ഭംഗിയായിരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളമാണ് ആ മീൻമുട്ടിയിലോട്ട് പോയി ചാടുന്നത്. ഈ വെള്ളമാണ് അവിടെ പോയി ചാടുന്നത് കേട്ടോ. നിലമ്പൂർ കാടുകളിലോട്ട് ഒഴുകിയെത്തുന്ന വെള്ളം. അതിലൊരു പാലം പോകുന്നുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഫോട്ടോയൊക്കെ ഉണ്ട് മീൻമുട്ടി വാട്ടർഫാൾസ്. ഇതിൻ്റെ ഇത് പഴയ ഷെഡാന്ന് തോന്നുന്നു ഇവരുടെ തമിഴ്നാട്ടിലത്തെ. അങ്ങോട്ട് നല്ല അടിപൊളി തേയിലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു പഴയ പാലം, ഇരുമ്പും പാല കണ്ടോ. ഈ വെള്ളമാണ് കേട്ടോ അത്രയും പവറിൽ പോയി അവിടെ വീഴുന്നത് കണ്ടോ. അവിടേക്കൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എന്താണെന്നല്ല, റിസോർട്ട് എന്തോ ആണ് തോന്നുന്നു. കേട്ടോ ബോർഡ്, അതിർത്തി ഗൂഡല്ലൂർ, ഊട്ടി, മൈസൂർ, പന്തല്ലൂർ ഒക്കെ കാണാം ബോർഡ്. ഞാൻ തേയിലയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഹായ്, എന്താ ഭംഗി കാണാൻ അങ്ങോട്ടേക്ക്. വാവ്, ഇവിടെ അങ്ങോട്ട് വഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ചേരമ്പാടിയിലോട്ട് പോവാം. ഈ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നെ ചെറുതായിട്ടൊന്ന് പൊക്കി, വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു. അത് ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബ്യൂട്ടി ആട്ടോ, ഫുള്ള് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. എന്താ ഭംഗി നോക്കിയാൽ കാണാൻ, അടിപൊളി സ്പോട്ട്. അപ്പോൾ എല്ലാവരും നല്ല ചെക്കിങ്ങാണ്. നമ്മളവിടെ ചെക്കിങ് തന്നെയാണ് കേട്ടോ. അത് ഇലക്ഷൻ ടൈമിൻ്റെ ഇതായതുകൊണ്ട് മുടിഞ്ഞ ചെക്കിങ് ആയതുകൊണ്ട് ഭയങ്കര സീനാണ്. ഒരാളെയും വെറുതെ വിടുന്നില്ല. വാവ്, ഇവിടുന്ന് അങ്ങോട്ടാണ് എന്താ ഭംഗി നോക്കിയേ, ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ അവിടെ നിന്നാട്ടോ വന്നത്. ഞാൻ ആ ചെക്ക് പോസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ, അതൊക്കെ അവർ ഡിലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു തേയില ഫാക്ടറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ലൊരു കടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്താ ഭംഗി നോക്കി കാണാൻ. എന്തെങ്കിലും കൂടെ സൈഡാക്കാം. അവിടെയൊക്കെ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ തേയില കൊണ്ടുവന്ന വണ്ടികളാണ്. ഒരു അടിപൊളി കടയും കേട്ടോ. ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണ്ട. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു മനോഹരമായ കാഴ്ചയെ നോക്കി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഞാൻ അതും കൂടി ഇത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. കുറേ പേര് ഇവിടെ ചായ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേരോട് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ഫോണിലൊക്കെ കളിക്കുന്നുണ്ട്. വാവ്, അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്, എസ്റ്റേറ്റിലോട്ടാണ്. അതിൻ്റെ മേലൊരു വീട് കണ്ടോ,
വാവ്, അങ്ങോട്ടാണ് എന്താ ഭംഗി നോക്കി. അതൊരു ഫാക്ടറിയാണ് അങ്ങോട്ട്. വാവ്, ആൾക്കാർ താമസിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെയാണ് എന്താ ഭംഗിയില്ല. അവിടേക്ക് ഇതാ എസ്റ്റേറ്റ്, പാടികൾ അവിടെയൊക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാം. നോ സ്മോക്കിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെയൊക്കെ നോക്കിയേ, ഡിസൈൻ ചെയ്തേക്കണേ. നമുക്ക് എന്താ കഴിക്കുക? ലൈം കുടിക്കാം. മാങ്ങ കുപ്പിലിട്ടുണ്ടോ? ചേട്ടനെ കാണാമല്ലോ. നമ്മളിപ്പോൾ ഒരു കേക്ക് എടുത്തു. കേക്ക് കഴിച്ചിട്ട് സെറ്റേക്കാം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ നനഞ്ഞ് നമ്മൾ അവിടെ പോവാം. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ കണ്ടു കേട്ടോ. അതും കൂടി ഒന്ന് നമുക്ക് കണ്ടിട്ട് പോവാം. മഴ പെയ്യുന്നുണ്ട്, നമുക്ക് ഈ വഴിക്ക് അങ്ങോട്ടൊന്ന് വിടാം. തേയിലേൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ യാത്ര. എന്നുവെച്ചാൽ മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് തുള്ളി തുള്ളി പെയ്യുന്നുണ്ട്. നമുക്കേതായാലും ഒന്ന് ബൈബ് അടിക്കാം, പോയോക്കാം. എന്താ ഭംഗി നോക്കിയേ. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഈ റൂട്ട് വടുവഞ്ചൽ റൂട്ടാണ്. നേരെ ചേരമ്പാടി കുറച്ച് ദൂരം അങ്ങ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു ടീ ഷോപ്പ് കാണാം. ആ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ആ സൈഡിൽ കൂടെ തന്നെ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. കിണ്ണങ്കാച്ചി റൂട്ടാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബ് കാണാം. നല്ല തേയിലത്തോട്ടവും നല്ലൊരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം. കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ അടിപൊളിയായിട്ട് വരാം. അപ്പോൾ കുറച്ച് പേര് ഇതിലങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒന്ന് പോവാം. കറക്റ്റ് ആ നീലിമലേൻ്റെ ബേക്ക് ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ടൊന്ന് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതല്ലേ ഓവർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് റോഡ് കണ്ടില്ല, ചെറുതായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തല തല്ലി അടിച്ച് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചുകൊണ്ട്. പിന്നെ ചെറിയൊരു കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഭംഗി നോക്കിയേ, ഫുള്ള് തേയിലത്തോട്ടം. ഇത് കാണുന്നില്ലേ? നോക്കിയേ എന്താ വൈബ്. അങ്ങ് ദൂരെ കണ്ടില്ലേ, അവിടെ എന്തോ ഇഞ്ചി കൃഷി എന്തോ ചെയ്യാൻ വേണ്ടി അവിടെ മണ്ണൊക്കെ കളച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് ഈ റൂട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ ചെറിയൊരു ജംഗ്ഷൻ പോലെയാണല്ലോ. ഇവിടെ നിന്ന് ലെഫ്റ്റിക്കും റൈറ്റിലോട്ടും വഴിയുണ്ട്. ആ വഴി മണ്ണിട്ട വഴിയാണ്. നമുക്ക് ഏതായാലും ലെഫ്റ്റിലോട്ട് കയറി. ഇവിടെ ജീപ്പൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു തേയില ഷെഡ്. അങ്ങോട്ടേക്കാണ് അവർ പോയത്. അപ്പോൾ നമുക്കും അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഇവിടെ ഒരു കിടം സ്പോട്ട് ഉണ്ട് തോന്നുന്നു. ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്തോട്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഞാൻ ഇതിലിങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. എന്താ ഭംഗി. ഇവിടെ ഇങ്ങനെ വണ്ടി വെച്ചിട്ട് നടന്നു പോകണോ? കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതിന് പോയി ആ വഴി കൂടെ പോകണം എന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ടോ വന്നത്. അങ്ങോട്ടൊക്കെ ഉണ്ടോ മഴക്കാറ് മൂടി നിൽക്കുകയാണ്.
ഇവിടെ ആരൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ തട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമുക്കിനി നടന്ന് അങ്ങോട്ട് പോകണം. ഇതിലെ അവിടെ വരെ വണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് നടന്ന് അങ്ങ് മേലേക്ക് പോകണം. നല്ലൊരു കിടം സ്പോട്ട് നമുക്ക് കാണാം. ഫുള്ള് വലിയ തേയില എസ്റ്റേറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ വരാത്തവർ ഇവിടേക്ക് വന്നൊന്ന് വൈബടിക്കുക. കാണേണ്ട കാഴ്ച തന്നെയാണ്. ചാലിയാർ പുഴയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് നനയാം. നനഞ്ഞ് കുളിച്ചിട്ട് അങ്ങോട്ട് പോവാം. കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ എന്താ ഭംഗിയില്ലേ. അവിടേക്ക് കണ്ടോ, കളറ് മൂടിയിട്ട് കിടക്കുകയാണ്. ചാലിയാർ പുഴ അവിടെ നിന്ന് കാണാം. മേലെയൊക്കെ ഫുള്ള് തേയിലയാണ്. തേയിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകണം. സൈഡിൽ കൂടെ കിട്ടാൻ സ്പോട്ടാട്ടോ, രക്ഷയില്ല. നല്ല പന്നിയുണ്ട്. പന്നി ശല്യം കൂടുതലാണ്. ഇന്ന് മഴക്കാറായുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സൺസെറ്റൊക്കെ കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ കാണുന്നില്ലേ, ഞാൻ നേരത്തെ അപ്പുറ ഭാഗത്താണ് പോയത്. ഈ മഴ ഇവിടെ കണ്ട പന്നി തുറന്നിട്ട്. മേലെയൊക്കെ വേറെ കുറേ പേര് ആളുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടാണ് എന്താ സ്പോട്ട് നോക്കി. ലുക്കല്ലേ. ഇതാണ് നമ്മുടെ ചാലിയാർ പുഴ. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും വൈബായിട്ട് കാണാൻ പറ്റും. അവിടെ കണ്ടോ ഫുള്ള് മഴ പെയ്യുന്നുണ്ട്. അവിടേക്ക് കണ്ടോ ഇരുണ്ട് മൂടി കിടക്കുന്നത് ഫുള്ള്. അപ്പോൾ അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ട് പോയിട്ട് കാണാം. ഇവിടെ നല്ല ആനയുള്ളതാന്ന് തോന്നുന്നു. അവിടെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ഇതാണ്ടോ നോക്കി, ആനയുള്ള ഏരിയ ആണ്. ആനകൾ ഇവിടെ എവിടെയും ഒളിച്ചെന്നാൽ പോലും അറിയില്ലല്ലോ. തുരങ്കോ കുറച്ചുകൂടി അങ്ങോട്ട് ഇതാ നീലിമലേൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ എന്താ സ്പോട്ട്. ഫോട്ടോയോ അവിടേക്ക് നോക്കി എന്താ ഭംഗി. മഴ പെയ്യുന്നുണ്ട് കണ്ടോ. അവിടെ ചാലിയാർ പുഴ ഉണ്ടോ. വെള്ളം കുറവാന്നുള്ളൂ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നില്ലേ സ്പോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങനെ തേയിലത്തോട്ടമൊക്കെ കണ്ട് മെയിൻ റോഡിലോട്ട് തന്നെ വന്നു. ഇവിടെ ഒരു ഫാക്ടറിയാണ് കേട്ടോ, തേയില ഫാക്ടറി. കണ്ടോ, പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാനിവിടുത്തെ തേയില ഫാക്ടറി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, പക്ഷേ പെർമിഷൻ ഇല്ല. പുറത്തുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ കണ്ടില്ലേ തേയില കൊണ്ടുപോകാനും. അതെന്താ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം കേട്ടോ ഫാക്ടറി. ഇതാ ഈ മേലോട്ട് കാണുന്ന ഫുള്ള് ഫാക്ടറീൻ്റെ ഭാഗമാണ്. എന്ത് വലിയ ഫാക്ടറിയാന്ന് നോക്കിയേ. പ്രൈവറ്റ് കമ്പനിയാണ്. നമുക്ക് അവിടേക്ക് അനുവാദമില്ല. അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ കാണാൻ പറ്റിയ.
ഇനി ഇവിടുന്ന് ചേരമ്പാടിയിലോട്ട് ഒരു 2-3 കിലോമീറ്റർ കാണുമായിരിക്കും. മഴ മര്യാദയ്ക്ക് പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ചെറുതായി ചാറ്റുകയാണ്. ഇത് അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പാടികൾ കണ്ടോ, ഫുള്ള് പാടികളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങ് കാണുന്നില്ല. അതാ അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഉള്ളിലൊരു അമ്പലമൊക്കെയാണ്. ഇതിലങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു കട, ബസ് സ്റ്റോപ്പും കടയും. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നേരെ എരുമാട് ചേരമ്പാടിക്കൊക്കെ പോവാം. GVHS സ്കൂള്. ഇങ്ങോട്ട് നല്ലൊരു സ്പോട്ടാട്ടോ. മണലവേൽ, പനഞ്ചിറ അങ്ങോട്ടേക്കൊക്കെ പോവാം. ആ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ബസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ലോക്കൽ ജീപ്പൊക്കെ. അതിലെ ഒരു അടിപൊളി സ്പോട്ട് റൂട്ട് തന്നെയാണ് കേട്ടോ കാണാനൊക്കെ. ഇത് അവിടെയൊക്കെ പാടികൾ. ഈ പൂ പൂത്തു. ഈ പൂ പൂത്തിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി. ഈ മരത്തിൽ കാണുന്ന പൂക്കൾ കണ്ടോ. അതിലൊരു തേൻ പോലത്തെ സാധനമുണ്ട്, അത് നമുക്ക് തിന്നാനൊക്കെ പറ്റും. എന്താ മനോഹരമായ കാഴ്ച നോക്കിയേ. ഇത് രസമല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാടിയിലേക്ക് ഓട്ടം വഴികളാണ് കേട്ടോ. ടാറിട്ട വഴി അങ്ങ് പോകുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചേട്ടനെ കണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ വഴി എങ്ങോട്ടാണ്. ചേട്ടാ, ഈ ടാറിട്ട വഴി എങ്ങോട്ടാണ് പോകുന്നത്? ആ വഴി ലൈൻസാ? ഫുള്ള് പാടികളാ? പഴയ പാടികളില്ലേ? കാണാൻ കുറേ ഉണ്ടോ? കാണാൻ ഒരുപാടുണ്ടോ അവിടെ? കാണാൻ പാക്കറത്തേക്ക് ഒരുപാട് സ്ഥലം ഇருக்கு. ആ, ഫുൾ ലൈൻസ് അല്ലേ? ആ, അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചു ഇവിടെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. ഒരുപാട് പാടികളുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ചേരമ്പാടി എത്തുന്നതിന് മുന്നെയാണ്. ഈ ഇറങ്ങുന്ന ഭാഗത്ത് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷേ രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ ഈ വഴിക്കൊക്കെ. അപ്പോൾ ഇതിലെ പോകുന്നവരൊക്കെ ഇതിലേക്കൊന്ന് കയറുക. എന്താ ഭംഗിയെന്നറിയോ? ഇതിവിടെ തേയിലയ്ക്ക് മരുന്നടിക്കുന്ന മരുന്നുകളും കാര്യങ്ങളും ടാങ്കുകളും ട്രാക്ടറൊക്കെയാണ്. അങ്ങോട്ടേക്ക് നല്ല വൈബ് സ്ഥലങ്ങളാട്ടോ കാണാൻ. ഇത് കണ്ടോ, ഇതെന്തോ ഓഫീസൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വഴിക്കാണ് ലൈൻസ് ഉള്ളതെന്നാണ് പറഞ്ഞത്. നമുക്കതിൽ പോയി നോക്കാം. മൈന അവിടെ എന്തൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. പക്ഷെ ഒരു നൈറ്റായി കഴിഞ്ഞാൽ ഫുള്ള് ആനയായിരിക്കും കേട്ടോ, അതാണ് പ്രശ്നം. ആന നമ്മളെ ഇറങ്ങി കൊതറിക്കളയും. എന്ത് മനോഹരമായ റൂട്ടാന്ന് നോക്കിയേ. മഴക്കാർ മൂടിയതുകൊണ്ട് ചെറിയ ഇരുട് പോലെ ഉണ്ടാവും. പക്ഷെ മഴ പെയ്തുമില്ല കേട്ടോ, പറ്റിച്ചു. കുറച്ച് നേരം ചാറി നമുക്കൊന്ന് നനഞ്ഞൊക്കെ പോവാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങോട്ടേക്കൊരു മണ്ണിട്ട വഴിയൊക്കെ പോകണം. ആ, അതാ കാണുന്നത് ലൈൻസ്. എന്താ ഭംഗി നോക്കിയേ. ഒരുപാട് ലൈൻസ് ഉണ്ടല്ലോ. ഇതാ താഴെ ഇതാ കേട്ടോ. അവിടെ കുറേ പയ്യന്മാരുന്ന ക്രിക്കറ്റ് കളിക്കുകയാണോ? ഒരു പാലൊക്കെ പണിതിട്ടുണ്ട്. ഈ വഴി ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. കിനിക്കോഴിയും കാര്യങ്ങളൊക്കെയാണോ? കോഴി. ആ, ഈ വഴി ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലൈൻസാണ്. ഈ ലൈൻസ് ഫുള്ള് പൊളിഞ്ഞു പോയി. ഇതവിടെ വണ്ടിയൊക്കെ ഇവിടെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ, ഈ വഴിയോടെ അവസാനിച്ചു കേട്ടോ.
അവിടേക്കൊക്കെ ഓരോ ലൈൻസാണ്. ഇങ്ങോട്ട് ലൈൻസാണ്. ഈ വീടിൻ്റെ ഇവിടെ ഫുള്ള് പൊളിഞ്ഞു. വേണ്ട, നമുക്ക് ഏതായാലും ഒന്ന് പോയി കാണിച്ച. ഈ മുണ്ടക്കൈ ചുരുൽമല പോലെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ. എന്താ ഭംഗിയില്ലേ. ഇത് കുഞ്ഞൊരു വീടാണ്. കണ്ടോ കാണാനൊക്കെ. അങ്ങോട്ടേക്ക് ഒരുപാട് ലൈൻസ് വീട് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെയും പാടി കാണാം. ഇവിടെ ഒരു പാടി, പട്ടിയുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ സീനാണ്. അത് അവിടേക്കുണ്ട് ലൈൻസ്. വേണമെങ്കിൽ അവിടേക്കൊന്ന് പോയി നോക്കാം. ഒരു പട്ടിയൊന്നുമില്ല, 2-3 പട്ടികളുണ്ട്. കടിച്ചു കഴിഞ്ഞാലേ സീന. അപ്പം ഞാനങ്ങനെ വന്ന് നല്ല നല്ല ലൈൻസിലെത്തിയിട്ടോ. ഇതൊക്കെ ചേരമ്പാടിയാണ്, ചേരമ്പാടി ബന്ധപ്പെട്ടതാണ്. ചോദിച്ചു നോക്കാം. കോഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. വേണ്ടോ എന്ത് രസമല്ലേ കാണാൻ സ്ഥലം. വാവ്. ഇവിടെ കുറച്ച് പേര് താമസിക്കുന്നുള്ളൂ. അവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫാക്ടറി കാണാം കേട്ടോ. അതാ കണ്ടോ, ആ തേയില ഫാക്ടറി വർക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. ഇവിടുത്തെ ഈ തേയിലേൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? നല്ല അടിപൊളിയായിട്ടാണ് ഒരു നട്ടേക്കുന്നത്. പിന്നെ വൃത്തിയിൽ വെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലൈൻസും കൂടി അതുകൂടി പോയി കാണാം. ചേട്ടായിനെ പരിചയപ്പെട്ടു. ചേട്ടായിൻ്റെ കൂടെ ഒന്ന് മേലെ വരെ പോവാം. ചേട്ടൻ്റെ വീട് മേലെയാണ്. ചേട്ടൻ്റെ പേരെന്താ? മണിയില്ലേ. വരി വാങ്ങാൻ എവിടെ പോകണം? ചേരമ്പാടി വരെ പോകണല്ലേ? പാവട്ടോ. ചേട്ടൻ ഏറ്റി ഇരുന്നുണ്ടോ? നമ്മളങ്ങനെ കയറി. ഇതാണ് കേട്ടോ ചേട്ടൻ. ഞാൻ അമ്പലവയൽ. ഇവിടെ ഒരു അമ്മച്ചി ഉണ്ട് കേട്ടോ. എന്താ രസം നോക്കിയേ. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് മഴ പെയ്തായിരുന്നു ഇന്നലെ, നല്ല മഴയായിരുന്നു, കാറ്റും. ചേച്ചീൻ്റെ പേരെന്താ? മുത്തുമണിയില്ലേ. കുറേ കാലമായിട്ട് എവിടേക്ക് വന്നിട്ട്? ആ ഫാക്ടറിയിലാണോ ജോലി ചെയ്യുന്നത്? ഇവിടെ തന്നെ അല്ലേ. അതൊരു പൂച്ചക്കുട്ടി. ആശ നോക്ക്, എന്നെ കണ്ടപ്പോൾ പേടിച്ചു കിട്ടോ. എടാ കുട്ടാ, എന്താ പേര്? പിന്നെ ഒരു പട്ടിക്കുട്ടനുണ്ട്. പിന്നെ അവിടേക്കും വീടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം 26 ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ മൊത്തം. അതാണ് ചേട്ടൻ പറഞ്ഞത്. പുതിയപ്പാടിയില്ലേ. അടിപൊളി പട്ടിക്കൂട്ടം നോക്കിയേ. കടിക്കുവാൻ എന്താ ഭംഗി, എന്താ രസം കാണാൻ നോക്കിയേ. ഈ ചേട്ടൻ്റെ ആണ് കേട്ടോ. എന്താ രസം നോക്കിയേ. വാലക്കാട്ടി. എന്നെ അറിയാത്തോണ്ടേ കുരയ്ക്കുക. അവിടേക്കൊക്കെ ഫുള്ള് തേയിലയാണ് കേട്ടോ. ഔക്കാട്. എടാ ഞാൻ പോവാ, അവൻ എന്നെ കണ്ടിട്ടേ. എന്നാ ചേട്ടി പോട്ടെ. എനിക്ക് നല്ലൊരു ഫ്രേഷൻ ബൂട്ടൊക്കെ തന്നു കേട്ടോ. എനിക്ക് അക്കയും അണ്ണനും കൂടി തന്നാണ്. അപ്പോൾ മഴ തുള്ളുന്നുണ്ട്. അപ്പോൾ അത് അക്കേൻ്റെ വീടാണ് കേട്ടോ. അക്ക എന്താ പേരെന്താ? ഇതെന്താ മുരിങ്ങയിലയോ? മല്ലിച്ചപ്പ്. വൃത്തിയാക്കുക. അക്കൻ്റെ പേരെന്താ? ജശീല. ഇവിടെ എസ്റ്റേറ്റിൽ വേല പണ്ടല്ലേ? ഞാൻ வந்து அம்பலையிலேருந்து இங்கே பார்க்குறதுக்கு வந்தேன். ரொம்ப நல்ல സൂപ്പർ പ്ലേസ്. അണ്ണ വന്ന് ഉള്ളിൽ എന്തോ ബൾബ് എന്തോ സെറ്റാക്കാണ് അല്ലേ? ലൈറ്റ് പോച്ചാ? ലൈറ്റ് പിന്നെ റിപ്പയർ പண்ற ചാനൽ. പോട്ടെമ്മാ. ഓക്കെ.
നമ്മളങ്ങനെ അവിടെ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ അവിടെ മല്ലിച്ചപ്പ് വൃത്തിയാക്കുന്നുണ്ട് അമ്മ. പിന്നെയുള്ള ലൈൻസ് മൊത്തം അവിടെയാണ്. മഴയൊന്നും നമുക്ക് ഈ ഒരു ലൈൻസ് വഴി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ആകെ പൊളിഞ്ഞങ്ങ് എത്തി. അതിനുള്ളിലൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട് അവർ. കണ്ടോ, ഇവരൊക്കെ അവിടെ ജോലിക്ക് പോയേക്കുക. എന്താ രസമല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ലോറിയും കാര്യങ്ങളൊക്കെ കാണാണ്ടല്ലേ. നമ്മൾ നേരത്തെ വന്ന് ഇങ്ങോട്ടേക്കൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ചേരമ്പാടി. ഇവിടെ അടിപൊളി പൂക്കൾ, എന്താ രസം. നമ്മളങ്ങനെ ഗ്രാമങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. വീണ്ടും നമ്മൾ നല്ല വഴിയിലോട്ട് കയറി. ഇപ്പം മഴ തുള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ചേരമ്പാടിയിലോട്ട് 2 കിലോമീറ്റർ അടുത്തുണ്ട്. മഴ പെയ്യുന്ന കാണുന്നുണ്ടോയെന്നറിയില്ല. എന്താ മനോഹരമായ കാഴ്ചകളാണ് നോക്കിയേ. ഒരു രക്ഷയില്ല കാഴ്ചകൾ. കുറേ പേര് ആ തേയിലയിലൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, കണ്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മുണ്ടക്കൈ ലാൻഡ് സൈഡ് സംഭവിച്ചതൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. ആ മല പക്ഷേ ഇപ്പോൾ അവിടേക്ക് മഞ്ഞൊക്കെ മൂടി മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ കാണാമായിരുന്നു. ഇവിടുത്തെ ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ കിട സ്പോട്ടാണ് കേട്ടോ. ഈ റൂട്ടിന് വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് ഇവിടെ അത് ചെറിയൊരു കുഞ്ഞി കട, കുറേ പേർ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്, കണ്ടോ. ഫുള്ള് ഉപ്പിലൊക്കെ ഇട്ട സംഭവങ്ങളാണ് മൊത്തം. ഊഞ്ഞാലും കാര്യങ്ങളായിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അവിടുത്തെ പോലെ തന്നെ ഇവിടെയും. ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വരുന്നത് സർപ്പക്കാവാന്ന് തോന്നുന്നു, കണ്ടോ. ഈ തമിഴ്നാട്ടിലധികം ഇങ്ങനെയായിരിക്കും. ചേരമ്പാടി ബോർഡൊക്കെ അതാ കാണുന്നുണ്ട്. ഇവിടെ എന്തോ പണി നടക്കാമെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേലെ ഇതാ കുറേ ലൈൻസ് കാണാം കേട്ടോ. അതുണ്ടോ മേലെ. ഇത് ഈ തേയില സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരിതാണ് ഇത് മൊത്തം. അവിടെ പിള്ളേരെന്താ കളിക്കെന്താ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചേരമ്പാടി ടൗണിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ചേരമ്പാടി ടൗൺ. അവിടെ കയറി വരുമ്പോൾ തന്നെ ലൈൻസാണ്. നമുക്കിനി വണ്ടി വെച്ച് നടന്നങ്ങ് പോവാം അല്ലേ. കുറച്ച് മേലെ വരെ നടന്നു പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. ഇവിടെ തന്നെ ഒരു ചെറിയ വീട്, റോഡ് സൈഡിൽ തന്നെ വീട് കണ്ടില്ലേ. ഇതാണ് ചേരമ്പാടി ടൗണിൽ തുടക്കം ഇവിടുന്നാണേ. നമുക്കിനി നടന്ന് അങ്ങോട്ട് പോവാം. അങ്ങോട്ടേക്ക് ഫുള്ള് കാഴ്ചകൾ കാണാം അല്ലേ. ഇവിടെ പാനിപ്പൂരിയാണ് കേട്ടോ. ഈ സൈഡിൽ പാനിപ്പൂരി, ഇവിടെ കട, ഇവിടെ തയ്യൽ ഷോപ്പൊക്കെയാണ്. പിന്നെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ കൂൾ ബാറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് ഓട്ടോ ബസ്സിനൊന്നും കാണില്ല. കുറേ പേര് വണ്ടി കയറാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടോ. ഇവിടെ കണ്ടല്ലോ പൂമാലയൊക്കെ തൂക്കിയിട്ട് എന്താ ഭംഗിയില്ലേ. അവിടെ പച്ചക്കറി കട കേട്ടോ. ആ കാണുന്ന ഓടിട്ടൊരു കട. പിന്നെ അവിടെ ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് ചേട്ടന്മാരവിടെ ചായ കുടിക്കുന്നുണ്ട്, കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട്. നമുക്കതായാലും തിരിച്ചു വന്നിട്ടൊന്ന് പോയി നോക്കാം. ഈ ചേട്ടൻ ഓമിനിയിൽ കണ്ടില്ലേ വിറകൊക്കെ കൊണ്ടുപോകുന്ന. അവിടെ കുറച്ച് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്. കുറേ പേര് ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കടയിലൊക്കെ തിരക്കാ ഫുള്ള്. ഇവിടെ കുറേ പേര് ബസ്സൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ കൂൾ ബാറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഏകദേശം 5:45 ആവാമെന്ന് തോന്നുന്നു. ഇവിടേക്ക് മഴയില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ലോക്കൽ ജീപ്പ്. ഇതാണ് ഇവിടുത്തെ ബീവറേജ്. ഇതാട്ടോ ബീവറേജ്. ഇവിടെ നമ്മുടെ എന്നെ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന, കോയിനൊക്കെ ഇട്ട് വെക്കുന്ന, പക്ഷെ അതിൻ്റെ പേര് മറന്നു പോയില്ല, പാത്രങ്ങൾ. ഇത് ലോക്കൽ ജീപ്പ് ഫുള്ളാട്ടോ.
ഈ ടൗൺ ചെറിയൊരു ടൗണാണ്. മേലേക്ക് വഴി പോകുന്നുണ്ട്. തുണി ഷോപ്പും കാര്യങ്ങളും കുറേ പേര് വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ചേട്ടന്മാർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചേട്ടനതാ എന്തോ ആലോചിച്ച് നടന്നു പോകുന്നുണ്ട്. പിന്നെ ബാർബർ ഷോപ്പാണേ ഈ കാണുന്നത്. ഒരു പയ്യനവിടെ ഫാഷൻ പ്രോയിലൊക്കെ നിർത്തി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇത് കടയിൽ നിന്ന് സാധനം വാങ്ങി വരുന്നുണ്ട്. ഇത് നീളത്തിൽ കിടക്കുന്ന ടൗണാണ്. ഇതിവിടെ എന്താ പൊരിയോ, കുറച്ച് പയ്യന്മാർ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ പൊരി വിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പോയേക്കാലോ. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ട്. ഇതാ കടലയും പൊരി. ചേട്ടൻ്റെ പേരെന്താ? പേര് ചുമ്മാ രവിയാ? ചേട്ടൻ്റെ പേര് രവി എന്നാട്ടോ. ചേട്ടൻ കച്ചവടം ചെയ്യുന്നതാണ്. അവിടെ മീൻ കടയാണ്. മീനൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അവിടുന്ന് ട്രാവലർ അടിച്ചു പിന്നി വരുന്നുണ്ട്. ആഹാ, ഇതാണ് മീൻ കട. ആകെ 4 മീനുള്ളൂ. ബാക്കി മീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ കോരയല്ലത്. ഇവിടെ കുറഞ്ഞ പൈസ ഈ തുണി കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. മേലൊക്കെ കോട്ടേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ തന്നെ അമ്പലമുണ്ട്. ഇതാ ഉള്ളിലാരോ ഫാബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂൾ ബാറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ടല്ലോ, പൂമാല കെട്ടി തൂക്കിയിട്ട്. നമുക്ക് പൂമാല ഒന്ന് കാണാം. ആ ഇതുണ്ടോ, എന്താ ഭംഗിയില്ലേ കാണാൻ. ഇവിടുത്തെ കോലം ഇവിടെയൊക്കെ ഫുള്ള് കോലം ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ചെറിയൊരു പാടിയിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഞാനപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. ഇവിടെ ഫുള്ള് ഒരു താമസിക്കുന്ന റൂംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് തിരിച്ച് മേലേക്ക് തന്നെ പോവാം അല്ലേ? ഇങ്ങോട്ടേക്ക് തന്നെ വന്നേ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡാട്ടോ. ഇവിടെ കുറേ പേര് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചേട്ടാ പറ, ചേരമ്പാടി എപ്പോഴവിടെ ഉണ്ടായത്? പറ. 1979 സ്വാതന്ത്ര്യം കിട്ടുന്ന നമ്മളെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് കൂടിയവരാണ്. അന്നത്തെ കാലത്ത് ഉണ്ടായതാണ് ചേരമ്പാടി. ഇന്നത്തെ കാലാവസ്ഥ കൊണ്ട് ആൾക്കാരൊക്കെ പഴയ ആൾക്കാരൊക്കെ കുറഞ്ഞു പോവുകയാണ്. കുറഞ്ഞ ആൾക്കാർ ഇന്ത്യക്കാർ അവർ ആളെ കിട്ടായിട്ട് അതുകൊണ്ടാണ് ഇവിടെ ചേരമ്പാടി ഉണ്ടായിട്ട്. പണ്ടത്തെ രാജാവ് കാലത്ത് ചേരമ്പാടിയിൽ ഇവിടെ വന്ന് കൂടിയ ചേരമ്പാടി എന്ന് പറയാൻ. ചേരൻ നല്ല സ്ഥലം. അന്ന് ഉണ്ടായതാണ് ഇത്രയും ആൾക്കാർക്ക് ഉണ്ടായതാണ് വെഞ്ചുവർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. തോട്ട മേഖലയായിട്ട് ചായത്തോട്ടം ഉണ്ടായിരുന്നു. അന്ന് ഓരോ തോട്ടത്തിലും ആയിരക്കണക്കാണ് തോട്ടത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ചെറുകിടക്കാരോ അവരൊക്കെ ഇന്ന് കാലക്രമങ്ങൾക്കൊക്കെ എല്ലാം പഴയ ആൾക്കാരൊക്കെ പോയി ആൾ കുറഞ്ഞ് ഇന്ന് ഇന്ത്യക്കാർ കുറച്ച് വന്ന് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ ബിസിനസ്സോ അത് ഇതൊക്കെ ആനയുടെ സന്നിധാനങ്ങളായത് കടുവയൊക്കെ ഉണ്ട് തോന്നില്ലേ? ആനകൾ ഇപ്പൊ കണ്ടമാനം അവിടെ ഇവിടെ ഇതൊക്കെ വരികയാണ്. അതുകൊണ്ട് ഇപ്പൊ കുറഞ്ഞ ഇതില് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ നേരത്തെ TV ചാനൽ അതൊക്കെ വന്നതുകൊണ്ട് എല്ലാം കമ്മിറ്റി 6 ബസ് കിട്ടോ. പറഞ്ഞോ, ഈ ആനയുടെ ശല്യം ആയതുകൊണ്ടാണ് ഇപ്പൊ കച്ചവടമൊക്കെ വളരെ മോശമായതുകൊണ്ട് 6 മണി ആയി കഴിഞ്ഞാൽ എല്ലാവരും ടിവിന്റെ മുമ്പിലും പിന്നെ ഫോറസ്റ്റ് രാത്രിയായാൽ അവരോട് കൂടെ നടക്കരുത് പിടിക്കരുത് ഒരു കണ്ടീഷൻ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതുകൊണ്ട് ആൾക്കാർ 6-7 മണിയൊക്കെ എല്ലാവരും കച്ചവടക്കാർ കടക്കാർക്ക് പോകുന്നത് ആൾക്കാർക്ക് കച്ചവടമെല്ലാം അതുകൊണ്ട് ഈ കാലഘട്ടമൊക്കെ നന്നാവുന്നതാണ് തോന്നുന്നത്. ഞങ്ങളിതിൽ എന്തായാലും ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് കുടുംബമായിട്ട് കുട്ടികളായിട്ട് മക്കളായിട്ട് ഉണ്ടായ സ്ഥലങ്ങളാണ്. ഒരിക്കലും ചേരമ്പാടിനെ മറക്കാൻ പറ്റില്ല. കേരള ബോർഡറാണ്, 2 സംഗമിപ്പിക്കാനാണ്. ഇവിടെ ഹിന്ദുക്കള് ക്രിസ്ത്യൻ മുസ്ലിം ഉള്ളതുപോലെ കർണാടകക്കാരുണ്ട്. പിന്നെ അതേപോലെ കേരളത്തിൽ നിന്ന് മലയാളിയുണ്ട്, ഞങ്ങൾ ഹിന്ദുക്കളുണ്ട്. ഇതെല്ലാം ബോർഡറാണ്. ചേരമ്പാടി ചോലാടി പാലമാണ് ഇവിടെ. അത് ഇങ്ങോട്ട് പോയാൽ താളൂർ പാലത്തിൻ്റെ അവിടെ കർണാടക, ഇങ്ങോട്ട് പോയാൽ കേരളം, പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്. അതുപോലെ 3 കൂടിയ സംഘമാണ് ചേരമ്പാടി എന്ന് പറയുന്നത്. നോക്കെ ശരിയാട്ടെ. നല്ല ആൾക്കാർ കേട്ടോ. ഇന്നലെ മഴ പെയ്തായിരുന്നോ? ഞാൻ അങ്ങോട്ട് ഭാഷയൊക്കെ പോകണൊക്കെ നടു റോട്ടിൽ കൂടെ
ഇതൊക്കെ നീ തട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ ചോദിച്ചല്ലേ പോയിട്ട് കഷ്ടകാലത്തിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരി ശരിയാ അതിന് തട്ടിക്കഴിഞ്ഞാൽ പറയും അതാ ഓൻ തട്ടി ശരിയാ ഓന്റെ പെരടിക്കായി ഇങ്ങനെ ലാസ്റ്റ് മരിക്കുന്നവരെ ഓനെ നോക്കേണ്ടി വരും. ചേട്ടൻ വണ്ടി ഓട്ടോ ഓടിക്കുന്ന ആളാ? അല്ലല്ലേ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രമോഹൻ. ചന്ദ്രബ്. ചേട്ടൻ്റെ? എൻ്റെ പേര് പെരുമാൾ. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? എല്ലാവരും നമ്മളെ എസ്റ്റേറ്റ് ഏരിയ. ജീവിച്ചതൊക്കെ ഇവിടെ തന്നെ. ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഉത്സവം ഇനിയാണ്. എന്നാണ്? അടുത്ത മാസം. അടുത്ത മാസത്തെ ഉത്സവം. ചേട്ടാ അങ്ങോട്ടൊക്കെ എന്താ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കുറച്ച് വീടുണ്ട്. ഇത് വന്നിട്ട് കയ്യൂണി താളൂർ പോണ റോഡാണ്. ഷോർട്ട് കട്ട്. ഈ വഴി ഷോർട്ട് കട്ടാ? ഇത് 2 കിലോമീറ്റർ ലാഭമാണ് ഇതിന് പോകുമ്പോൾ. 1.5 കിലോമീറ്റർ. 1 കിലോമീറ്റർ. അങ്ങനെ. എന്നാൽ ശരിയാട്ടെ, ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ. ഇവിടെ ഫുള്ള് ഓട്ടോറിക്ഷകളാണ് കൂടുതൽ. പിന്നെ അങ്ങോട്ടേക്കും കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പൂക്കട, നല്ല പൂക്കളാണല്ലോ. അക്ക എന്താ പേരക്ക? മല്ലിക. ഇങ്ങത്താ ഇവിടെ കേട്ടോ പൂ കച്ചവടം ചെയ്യുന്ന. എന്നിട്ട് അമ്പലം, നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്ന് പോവാം അല്ലേ? അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കേട്ടോ വന്നത്. ഇതാണ് അമ്പലം. ഇവിടെ കോലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ എന്താ രസമല്ലേ. ഇവിടെ ചേട്ടൻ കച്ചവടം ചെയ്തിട്ടോ, വെളുത്തുള്ളിയും അതൊക്കെ ആയിട്ട്. പിന്നെ കുറേ പേര് അവിടെ ബസ്സൊക്കെ കയറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ലോക്കൽ ജീപ്പാണ്. പിന്നെ കുറച്ച് നേരം അവിടെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പോയി. ഞാൻ നനഞ്ഞാണ് അവിടെ നിന്ന് വന്നത് ചെറുതായിട്ട്. പിന്നെ ഇവിടെ കുറേ പയ്യന്മാരുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് ചേട്ടൻ വരുന്നത് അവിടെ കുറച്ച് പേര്. അവിടെ മുസ്ലിം ചർച്ച് ഉണ്ട് കേട്ടോ, കണ്ടോ. നമുക്ക് അവിടേക്കൊന്ന് പോവാം. ആടുകളൊക്കെ നോക്കിയേ, നമുക്ക് ആടുംകുട്ടന്മാരെടുത്തൊന്ന് പോവാം അല്ലേ? ആടുംകുട്ടന്മാർ ആശാനൊക്കെ ഉണ്ട്, അയച്ചു വിട്ടേക്കാം അതൊക്കെ. ഇവിടെയൊക്കെ പച്ചക്കറി കടയാണ്. ഇത് ലോക്കൽ ജീപ്പാട്ടോ. ഹായ്. ചേട്ടന്മാരെ കയ്യെ കാണിക്കുന്നു. ചേട്ടാ ഇത് ചാനലാണ്. ഇതൊക്കെ ആട് നോക്കിയേ, ഇവിടെ ആടുകളൊക്കെ ഉണ്ടില്ലേ. ഫുള്ള് അയച്ചു വിട്ടിട്ടാണ്. ഫുള്ള് അങ്ങോട്ടുണ്ട്, ഫുള്ള് അയച്ചു വിട്ടിട്ടാ. ഇവിടെ കണ്ടോ അമ്പലമാണേ. അപ്പം ഞാൻ അവിടെ നിന്നാട്ടെ ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇതാ കട്ടയൊക്കെ വെച്ചിട്ട് ഇതുണ്ടോ, എന്താ ബിൽഡിങ്ങില്ലേ. ഇത് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. കുറേ ചേട്ടന്മാർ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഇത് റേഷൻ കടയാണ് കണ്ടോ, മുസ്ലിം ചർച്ച്. എന്താ ഭംഗിയാണെന്ന് നോക്കിയേ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇവിടെ ലൈറ്റൊക്കെ വിളിച്ചിട്ടുണ്ടോ, എന്താ രസം. ഹായ്. ഇനി നമുക്ക് മേലേക്ക് പോവാം. അവിടെ ചെറിയ ജംഗ്ഷനാണ്. നമുക്കാ അവിടേക്കും കൂടി പോയിട്ട് വരാം. യൂട്യൂബറാ. നമുക്കിനി മേലേക്ക് പോവാം. മേലെ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വന്നത്. കുറേ പേര് എന്നെ വിളിച്ചിട്ട് എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2-3 പേര് വെള്ളമൊക്കെ അടിച്ചിട്ടാണ് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചത്. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, അവർ പറയുന്ന കേൾക്കുന്നല്ലാണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ച് ചിലപ്പോൾ അടിച്ചാൽ കളയും. വെച്ചാൽ ബോധമില്ലാണ്ട് നിൽക്കല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മേലേക്ക് പോവാം.